Laplace transform. Laplace transform ഒരു ടൈം ഡൊമെയ്ൻ ഫംഗ്ഷനെ ഫ്രീക്വൻസി ഡൊമെയ്ൻ ഫംഗ്ഷനോട്ട് മാറ്റും. ഇപ്പോൾ ടൈം ഡൊമെയ്ൻ ഫംഗ്ഷൻ നമ്മൾ യൂഷ്വലി ടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ എക്സ് അറ്റ് ടൈം ടി. ഇതിനെ നമ്മൾ ഒരു ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് മാറ്റുന്നു. ഇപ്പോൾ എക്സ് ഓഫ് എഫ്. അപ്പോൾ അവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആയിരിക്കും. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇന്റഗ്രൽ ഇക്വേഷനും ഇതെല്ലാം നമ്മൾ ടൈം ഡൊമെയിനിൽ ചെയ്യുന്നത് ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് മാറ്റുമ്പോൾ അതൊക്കെ ആൾജിബ്രൈക് ഇക്വേഷൻസ് ആയിട്ട് മാറും. ആൾജിബ്രൈക് ഇക്വേഷൻ ലൈക്ക് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇപ്പോൾ ടൈം ഡൊമെയിനിലുള്ള ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ ഇക്വേഷൻ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഇക്വേഷൻസ് ആണ്. പക്ഷേ ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് മാറുമ്പോഴത്തേക്ക് അതൊരു മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ അതേപോലത്തെ ആൾജിബ്രൈക് ഇക്വേഷൻസ് ആയിട്ട് മാറും. അത് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ മെയിൻ യൂസ്. ഒരു ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആണെങ്കിൽ അതിനെ ഇ റേസ് ടു മൈനസ് എസ് ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനെ 0 ടു ഇൻഫിനിറ്റി ലിമിറ്റ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ കിട്ടുന്ന വാല്യൂ നമ്മൾ എഫ് ഓഫ് എസ് എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് വാല്യൂ ആണ്. എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ടി. എൽ ലാപ്ലാസ് ഫംഗ്ഷൻ എൽ ഓഫ് എഫ് ടി ഈക്വൽ ടു integral 0 to infinity e raised to minus st ft dt. ഇനി നമ്മൾ കുറച്ച് സിഗ്നൽസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് e raised to at എന്നുള്ള സിഗ്നൽ. അപ്പോൾ given ft equal to e raised to at. ലാപ്ലാസ് ട്രാൻസ്ഫോം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. fs equal to integral 0 to infinity e raised to minus st ft dt. ഇവിടെ ft e raised to at ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ഈ ടേംസിന്റെ മൈനസ് എസ് ടിയും എ ടിയും ഗ്രൂപ്പ് ചെയ്യാം. മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇ റേസ് ടു എ ടി എന്നുള്ള ഒരു ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1/a ഇ റേസ് ടു എ ടി ആണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ ഇവിടെ 1 മൈനസ് എസ് മൈനസ് എ ഇ റേസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി. ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. അടുത്തത് ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇ റേസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0. ഇ റേസ് ടു ഇൻഫിനിറ്റി 0 എന്നറിയാം. ഇ റേസ് ടു 0 1. ഇപ്പോൾ ന്യൂമറേറ്ററിൽ -1, ഡിനോമിനേറ്റർ മൈനസ് എസ് മൈനസ് എ. റിസൾട്ട് 1/s മൈനസ് എ. ഇതേപോലെ ഇ റേസ് ടു മൈനസ് 18 കണ്ടുപിടിക്കാം. ഇ റേസ് ടു മൈനസ് 18 ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നേരത്തെ ഇ റേസ് ടു എ ടി കൊടുത്തതിന് പകരം ഇ റേസ് ടു മൈനസ് 80 കൊടുക്കണം. അപ്പം ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് എ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്യാം. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. നമ്മളെ ലാസ്റ്റ് റിസൾട്ട് തന്നെ 1/s പ്ലസ് എ.
Laplace transform of 1. ft equal to 1. Then fs equal to integral 0 to infinity e raised to minus st into 1 into dt. അപ്പോൾ e raised to minus st മാത്രമേ കാണുള്ളൂ ടേം. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മൈനസ് 1 by s e raised to minus st. റിസൾട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, 0 to infinity ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ആൻസർ 1 by s. നെക്സ്റ്റ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബിഗിനിങ് സ്റ്റെപ്സ് സെയിം ആണ്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. എ എന്നുള്ളത് ജെ ഒമേഗ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു എ ടി എന്നുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഞാനതുകൊണ്ട് എഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ ടി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി ആണ്. അപ്പം ഇ റേസ് ടു ജെ ഒമേഗ ടി നമുക്ക് കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി. ഇനി നമുക്ക് ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 1 by s മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ എ ജെ ഒമേഗ ഉണ്ട്, 1 by s മൈനസ് ജെ ഒമേഗ. അപ്പം ആദ്യം പറഞ്ഞ എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടിയെ നമുക്ക് 1 by s മൈനസ് ജെ ഒമേഗ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഡിനോമിനേറ്ററിലൊരു ഇമാജിനറി ടേം വരുന്നുണ്ട്. അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുക. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എസ് പ്ലസ് ജെ ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത് എസ് പ്ലസ് ജെ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കിട്ടും. ഈ ടേമിന്ന് എൽ എച്ച് എസിലും ആർ എച്ച് എസിലുള്ള റിയൽ ടേമും ഇമാജിനറി ടേമും സെപ്പറേറ്റ് ചെയ്യാം. എൽ ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ കോസ് ഒമേഗ ടിയുടെയും സൈൻ ഒമേഗ ടിയുടെയും സെയിം സ്റ്റെപ്സ് ആണ് വരുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി. എഫ് ടി ഈക്വൽ ടു ടി. എഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി ഇൻറ്റു ഡി ടി. ഈ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ്റെ അകത്ത് 2 ടൈം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരുന്നുണ്ട്. ടി വരുന്നുണ്ട്, ഇ റേസ് ടു മൈനസ് എസ് ടി വരുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ അല്ല, നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ യു ഈക്വൽ ടു ടി, വി ഈക്വൽ ടു മൈനസ് 1 by s ഇ റേസ് ടു മൈനസ് എസ് ടി. അങ്ങനെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. യു ഈക്വൽ ടു ടി, വി ഈക്വൽ ടു മൈനസ് 1 by s ഇ റേസ് ടു മൈനസ് എസ് ടി. അതിൻ്റെ ഇൻ്റഗ്രേഷൻ അല്ല ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഡി യു ഈക്വൽ ടു ഡി ടിയും ഡി വി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി ആയിരിക്കും. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പറയുന്നതിനാൽ ഇൻ്റഗ്രൽ ഓഫ് യു ഡോട്ട് ഡി വി രണ്ടും സെയിം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. വിൽ ബി ഈക്വൽ ടു യു ഡോട്ട് വി, അവിടെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് വി ഡോട്ട് ഡി യു. യു നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാല്യൂ അസ്യൂം ചെയ്തിട്ടുണ്ട്. വിക്കും ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഈ ഇക്വേഷൻ്റെ അകത്ത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യുവിൻ്റെയും ഡി വിയുടെയും
വിൻ്റെയും ഡി യുവിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ എച്ച് എസ് നമുക്ക് മനസ്സിലാവും യു ഡോട്ട് ഡി വി എന്നുള്ള യു ടി ആണ്. ഡി വി എന്ന് പറഞ്ഞാൽ മൈനസ് 1/s e raised to minus st. But v minus 1/s e raised to minus st or dv equal to e raised to minus st. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ യു ടിയും ഡി വി ഇ റേസ്റ്റ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് എസ് തന്നെയാണ് അത്. ടി ഇൻറ്റു ഇ റേസ്റ്റ് ടു മൈനസ് എസ് ടി ആയിട്ടാണ് യു ഡോട്ട് ഡി വി എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എസ് എൽ എച്ച് എസ് ഈക്വൽ ടു എഫ് എസ് ഈക്വൽ ടു ഇനി ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രലിനകത്ത് വിയുടെ വാല്യൂ ഡി യുവിൻ്റെ വാല്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് പറഞ്ഞാൽ 1/s² എന്ന് കിട്ടും. ഇതൊക്കെ സമ്മറൈസ് ചെയ്യാണ്. കോൺസ്റ്റന്റ് ഓർ 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s, ഒരു ലീനിയർ വേരിയബിൾ ടി ആണെങ്കിൽ 1/s². ഇനി ഇതൊരു പവർ ടേം ആണ്. ടി റേസ് ടു എൻ ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന് n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n+1 ആയിരിക്കും. പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e റേസ് ടു എ ടിയും e റേസ് ടു മൈനസ് എ ടി ഉണ്ട്. e റേസ് ടു എ ടി 1/s മൈനസ് എ, e റേസ് ടു മൈനസ് എ ടി 1/s+a. ഇനി സൈൻ കോസ്, സൈൻ എ ടി a/s² + a², കോസ് എ ടി s/s² + a². ഇവിടെ ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ഉണ്ട്, ഡെൽറ്റ ടി 1 എന്നുള്ള. അതിൻ്റെ ഡെറിവേഷൻ അടുത്ത ഇതിൽ വരും. ലാപ്ലേസ് ട്രാൻസ്ഫോം തിയറംസ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തിയറംസ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ലീനിയാരിറ്റി തിയറം. ലീനിയാരിറ്റി തിയറം ഈ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന തിയറമാണ്. ഒരു എഫ് ടി എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അതിലെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് എസും, ജി ടി എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ജി എസും ആണെങ്കിൽ നമ്മൾ രണ്ട് കോൺസ്റ്റൻറ്റ് എയും ബിയും വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. എ ഡോട്ട് എഫ് എസ് വരും, ബി ഡോട്ട് ജി എസ് വരും. ഇനി ഈ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. എൽ ഓഫ് എ ഡോട്ട് എഫ് ടി പ്ലസ് ബി ഡോട്ട് ജി ടി. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് എ ഡോട്ട് എഫ് എസ് പ്ലസ് ബി ഡോട്ട് ജി എസ് ആയിരിക്കും. ഇതാണ് ലീനിയാരിറ്റി തിയറം. രണ്ട് ഇൻപുട്സ്, അത് സ്കെയിൽഡ് ഇൻപുട്സ് ആണ്. അത് സം ചെയ്തിട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ കോൺസ്റ്റന്റ് ടേം അതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. അതേപോലെ സമ്മ്, ഇൻപുട്ട് സമ്മ്, ഔട്ട്പുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം സം ആയിരിക്കും. അടുത്ത ഡെറിവേറ്റീവ് തിയറം. ഡെറിവേറ്റീവ് തിയറം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എടുക്കുന്നതെങ്കിൽ അത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ. ഡി എഫ് ടി ബൈ ഡി ടി ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വിൽ ബി ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് എസ്. ഇതായിരുന്നു ആദ്യം പറഞ്ഞത്. ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇൻ്റഗ്രൽ ഇക്വേഷനും ആൾജിബ്രായിക് ഇക്വേഷനായിട്ട് മാറുന്നു. ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡൊമൈനിൽ വന്നപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറി, എസ് ഡോട്ട് എഫ് എസ്. ഇതേപോലെ ഇൻ്റഗ്രേഷൻ തിയറം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എടുക്കുന്നെങ്കിൽ ആ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷനിലോട്ടാണ് മാറുന്നത്. എൽ ഓഫ് ഇൻ്റഗ്രൽ എഫ് ടി ഡി ടി ഈക്വൽ ടു എഫ് എസ് ബൈ എസ്. ഈ മൂന്ന് തിയറം ഒന്ന് സമ്മറൈസ് ചെയ്യാണ്.
A of ft plus B of gt equal to AFS plus BGS. Derivation ആണെങ്കിൽ dft by dt യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ SFS minus f0. Minus f0 ടേം എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ ആണ് സൂചിപ്പിക്കുന്നത്. t equal to 0യിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ f0. നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻ്റഗ്രേഷൻ 1/s fs. അടുത്ത തിയറം ഇനിഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറം. ഒരു ടൈം ഡൊമൈൻ ഫംഗ്ഷനിലുള്ള വാല്യൂ ഒരു ഇനിഷ്യൽ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു ഫൈനൽ കണ്ടീഷനിൽ കണ്ടുപിടിക്കാനായിട്ടാണ്. ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഈക്വൽ ടു 0, ഫൈനൽ കണ്ടീഷൻ ആണ് ടൈം ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഒരു ടൈം ഡൊമൈനിലുള്ള ഫംഗ്ഷനിൽ ഇനിഷ്യൽ വാല്യൂ t ഈക്വൽ ടു 0യിൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഇതിൻ്റെ ഈ എഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ്എസ് എസ് കണ്ടുപിടിക്കാം. അതിനകത്ത് എസ് ലിമിറ്റഡ് ടു ഇൻഫിനിറ്റി. ഇനിഷ്യൽ വാല്യൂ തിയറം ടി 0 ആയിരിക്കുന്ന കണ്ടീഷനിൽ എഫ് ടി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എസ് ഇൻഫിനിറ്റി ആയിരിക്കുന്ന കണ്ടീഷനിൽ എസ് എഫ് എസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഫൈനൽ വാല്യൂ തിയറത്തിൽ എഫ് ടിയിൽ ടി ഇൻഫിനിറ്റി ആയിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എസ് എഫ് എസ് എസ് 0 ആയിരിക്കുന്ന ടൈമിൽ എസ് 0 ആയിരിക്കുന്ന കണ്ടീഷനുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ടി ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് എഫ് എസ്. അടുത്ത ഷിഫ്റ്റിംഗ് തിയറം. ഒരു ഫംഗ്ഷനെ e⁻⁻8 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ ആ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡൊമൈനിൽ ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് എഫ് ഓഫ് എസ് പ്ലസ് എ ആയിട്ടത് മാറും. എഫ് ഓഫ് എസ് പ്ലസ് എ ആയിട്ട് മാറും. അപ്പോൾ എഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാം. ഇനി ഇതിനെ e⁻⁻8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എഫ് ടിയുടെ എഫ് എസിൻ്റെ അവിടെ എസ് പ്ലസ് എ ആക്കി മാറ്റിയാൽ മതി.